ഹലോ വെൽക്കം. അപ്പോൾ നമ്മൾ ഇന്ന് ഫോർത്ത് സെമ്മിലെ മലയാള സാഹിത്യ മാതൃകകൾ ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ അതിലെ ബ്ലോക്ക് 1 ആത്മകഥ. ആത്മകഥയിൽ ജീവിത ആശുപത്രിയിൽ ജീവിതപാത, ചെറുകാട് ഗോവിന്ദ പിഷാരടി. അപ്പം ഗോവിന്ദ പിഷാരടി, ചെറുകാട് ഗോവിന്ദ പിഷാരടിയുടെ ആത്മകഥയാണ് ജീവിതപാത. അതിലെ ഒരു യൂണിറ്റാണ് ആശുപത്രിയിൽ. അപ്പോൾ അതാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ പറയുന്ന കാര്യം, നമ്മൾ ചെറുകാട് എന്ന് പറഞ്ഞത് ഗോവിന്ദ പിഷാരടിയുടെ തൂലികാനാമമാണ്. തൂലികാനാമം അതുപോലെ തന്നെ അദ്ദേഹം ജനിച്ച സ്ഥലമാണ് പാലക്കാട് ജില്ലയിലെ ചെറുകാട്. ഓക്കെ. അപ്പോൾ നമ്മളോട് പറയുന്ന കാര്യം, ഇതിൽ ഈ യൂണിറ്റിൽ പറയുന്ന ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. ആദ്യം ജീവിതപാത ആത്മകഥയിൽ നമ്മളോട് പറയുന്ന ആത്മകഥയുടെ സ്വഭാവം പറയുന്നുണ്ട്. ആത്മകഥ എന്ന് പറഞ്ഞാൽ സ്വയം എഴുതുകയാണ്. മറ്റുള്ളവരെ എഴുതുന്നതിന് എന്താ പറയുക, ബയോഗ്രഫി എന്ന് പറയും. അതുപോലെ തന്നെ ആത്മകഥ സ്വയം ജീവിത വിവരം എഴുതുന്നതിന് സ്വയം എഴുതുന്ന ജീവിത വിവരണമാണ് ആത്മകഥ. ഇതിന് ജീവചരിത്രവുമായി ബന്ധമുണ്ട്. വിദ്യാഭ്യാസം, ജോലി, അനുഭവങ്ങൾ, മനഃശാസ്ത്ര മൂല്യമുണ്ട്, സത്യസന്ധതയോടുള്ള രചന. ഇതൊക്കെയാണ് നമ്മൾ ഇത് വായിക്കുമ്പോൾ ശരിക്കും മനസ്സിലാവും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇത് വായിച്ചു കഴിഞ്ഞിട്ട് ഇതൊന്ന് ജസ്റ്റ് നോക്കിയാൽ ഇതായിരുന്നു എന്നുള്ളത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നീട് നമ്മളോട് പറയുന്നത് ചെറുകാടും ജീവിതപാത. എന്താണെന്ന് വെച്ചാൽ ഗോവിന്ദ പിഷാരടി ഒരു നോവലിസ്റ്റായിരുന്നു, നാടകകൃത്തും നോവലിസ്റ്റും ആയിരുന്നു. അയാളൊരു കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനായിരുന്നു 1975. അദ്ദേഹത്തിനെ കുറിച്ചിട്ടാണ് നമ്മളോട് നമ്മുടെ ചാപ്റ്റർ പറയുന്നത്. അയാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രം പറയുന്നുണ്ട്. പുലാമന്തോൾ പുഴയുടെ ചരിത്രം അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്താൽ മനസ്സിലാവും. നിങ്ങൾക്കൊരു ബ്രീഫ് ചെയ്ത് തരികയാണ്. നമ്മുടെ യൂണിറ്റ് എത്രയാണ് ഉള്ളത് എന്നുള്ളതിൻ്റെ ഒരു ബ്രീഫാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഓക്കെ. പിന്നീട് നമ്മളോട് പറയുന്നത് നമ്മുടെ ചാപ്റ്റർ ആശുപത്രി ഓർമ്മകളാണ്. ആശുപത്രി ഓർമ്മകൾ കുഞ്ഞമ്മാമൻ്റെ രോഗമാണ്, പ്രമേഹം, അദ്ദേഹത്തിൻ്റെ നിസ്സഹായാവസ്ഥ, ലേഖകൻ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് ആശുപത്രിയിലേക്ക് പോകുന്നതും അവിടെ ഒരു മനുഷ്യത്വനായിട്ടുള്ള ഒരു സെയ്താലി, ഇദ്ദേഹത്തിൻ്റെ വർക്കറായിട്ടുള്ള സെയ്താലിനെ കാണുന്നതും, അവിടെ നിസ്സഹായമായിട്ടുള്ള രോഗികളെ കാണുന്നതും, അവിടെ തട്ടിപ്പ് നടക്കുന്നുണ്ട്. രാമൻ നായർ, കുഞ്ഞാലി, ഇങ്ങനെ തട്ടിപ്പ്. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് പറയാനുള്ള ഒരു വിഷമമുണ്ട്, ഇംഗ്ലീഷ് അറിയാത്തതിൻ്റെ. അപ്പോൾ അതിനൊരു ബുദ്ധിമുട്ട് അദ്ദേഹത്തിനുണ്ട്. പിന്നെ ചെറുകാടിൻ്റെ സ്വഭാവ സവിശേഷതകൾ, അദ്ദേഹം ദയയും ക്ഷമയും, അതുപോലെ തന്നെ ആത്മവിശ്വാസം, കഠിനാധ്വാനം, ത്യാഗം, സത്യസന്ധത, ഇങ്ങനെയൊക്കെയാണുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് നോക്കാം. ഇതൊന്ന് വായിച്ചിട്ട് നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം ചെറുകാടിൻ്റെ ജീവിതപാത ആത്മകഥ എന്ന ജീവചരിത്രത്തോട് ഓട്ടോബയോഗ്രഫി എന്നത് ജീവചരിത്രത്തോട് ബയോഗ്രഫിയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരു സാഹിത്യ വിഭാഗമാണ്. അത് എന്താണെന്ന് വെച്ചാൽ, ഓട്ടോബയോഗ്രഫി പറഞ്ഞാൽ ഒരാൾ മറ്റൊരാളെ പറ്റി എഴുതുമ്പോൾ അത് ബയോഗ്രഫി ആവുന്നത്, അതായത് ജീവചരിത്രം. ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് എഴുതുന്നതിനെയാണ് ഓട്ടോബയോഗ്രഫി. എൻ്റെ ജീവിതകഥ, ജീവചരിത്രം ഞാൻ തന്നെ എഴുതുന്നതിനെയാണ് ഓട്ടോബയോഗ്രഫി, ആത്മകഥ എന്ന് പറയാം. ഓക്കെ. ആത്മകഥ ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ പ്രകടനമാണ്, എന്നാൽ ജീവചരിത്രം മറ്റൊരാൾ എഴുതിയതാണ്. ഓക്കെ, ഇതൊക്കെ പറയുന്നുണ്ട്. ആത്മകഥയിൽ ഒരു ജീവചരിത്രത്തിൻ്റെ എല്ലാ ഘടകങ്ങളും അടങ്ങിയിരിക്കുന്നു. രേഖാചിത്രം. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് വായിച്ചാൽ മതി. ആത്മകഥയും ബയോഗ്രഫിയുമായിട്ടുള്ള ബന്ധമാണ് പറയുന്നത്. ചെറുകാടും ജീവിതപാതയും. ഇതിൽ പറയുന്നത് ചെറുകാടിൻ്റെ യഥാർത്ഥ നാമം പി. ഗോവിന്ദ പിഷാരടി. മലയാളത്തിലെ പ്രമുഖ നോവലിസ്റ്റും നാടകകൃത്തും കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനും പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ നായകനുമായിരുന്നു. ഞാനൊരു അമ്പലവാസിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജീവിതപാത എന്ന ആത്മകഥ ആരംഭിക്കുന്നത്. ഈ കൃതിക്ക് 1976 കേരള സാഹിത്യ അക്കാദമി അവാർഡും 1977 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു. അപ്പോൾ മരുമക്കത്തായ സമ്പ്രദായമാണ് ഇവിടെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞു. ഇനി പുലാമന്തോൾ പുഴയുടെ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി കേട്ടോ. ജസ്റ്റ് വായിച്ചാൽ കിട്ടും. ആകെ ഒരൊറ്റ ഇരിപ്പിന് വായിക്കാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. ആശുപത്രി ഓർമ്മകളാണ് പിന്നീട് പറയുന്നത്. ജീവിതപാത എന്ന ആത്മകഥയിലെ ആശുപത്രി എന്ന അധ്യായം വർദ്ധിച്ച പ്രമേഹം മൂലം കാൽ വീങ്ങിപ്പഴുത്ത കുഞ്ഞമ്മാമന് ആശുപത്രിയിൽ കൂട്ടിരുന്ന ലേഖകൻ്റെ ഓർമ്മകളാണ്. അപ്പം അവിടെയുള്ള നിസ്സഹായാവസ്ഥ, ശുശ്രൂഷയും ഒക്കെയാണ് പറഞ്ഞത്. ആശുപത്രിയിലെ ഓപ്പറേഷൻ മുറിയിൽ നിന്നും കേൾക്കുന്ന കുഞ്ഞമ്മാമൻ്റെ അയ്യോ എന്ന നിലവിളിയോടെയാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്.
മുൻപ് പല ദ്രോഹങ്ങളും ചെയ്ത കുഞ്ഞമ്മാമൻ എന്തായിരുന്നു, മുമ്പ് ഒരുപാട് ദ്രോഹങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നിസ്സഹായനായി കിടക്കുകയാണ്. കണ്ടുമുട്ടിയാൽ പോലും കണ്ടില്ലെന്ന് നടിച്ചിരുന്ന കാരണവർ ഇന്ന് സഹായത്തിനായി മരുമകന്റെ മുന്നിൽ അവശനായി നിൽക്കുന്ന അവസ്ഥയാണ്. ലേഖകൻ ഉണ്ണാതെയും ഉറങ്ങാതെയും അമ്മാമന് കൂട്ടിരുന്നു. ശൗചം ഉൾപ്പെടെ ഉള്ള പ്രാഥമിക കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്താണ് ലേഖകൻ. ഈ ഭാഗത്ത് ചെറുകാടിൻ്റെ അസുലഭമായ വ്യക്തിത്വ സവിശേഷത കാണാം. നമുക്ക് ചെറുകാടിൻ്റെ വ്യക്തിത്വ സവിശേഷത നമുക്ക് കാണാൻ പറ്റും. കാരണം നല്ല കാലത്ത് ഉപകാരം ചെയ്യാത്ത കാരണവരോടാണ് ലേഖകൻ്റെ ലേഖകൻ നല്ല സ്വഭാവത്തോടു കൂടി നിൽക്കുന്നത്. പകയും വെച്ച് പുലർത്തിയിട്ടില്ല അദ്ദേഹം എന്നുള്ള മനുഷ്യത്വത്തിൻ്റെ നേർക്കാഴ്ച നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മൾ ഈ ആശുപത്രിയിൽ കുഞ്ഞമ്മാമൻ വിശ്വസ്തനായ ഒരു പാട്ടക്കാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് സെയ്താലി. വിവരം മറിഞ്ഞ ഉടനെ നമ്മളെ കുഞ്ഞമ്മാമനെ കാണാൻ വരുന്നുണ്ട്. 100 രൂപയും കൊടുക്കുന്നുണ്ട് അവിടെ വെച്ചിട്ട്. അപ്പോൾ അമ്മാമനും അന്യമതസ്ഥനായ പാട്ടക്കാരനും തമ്മിലുള്ള ആത്മബന്ധം ഈ സന്ദർഭത്തിൽ ലേഖകൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ലേഖകൻ അമ്മാമനെ കൂട്ടിയിരിക്കുമ്പോൾ ഡോക്ടർ റാവുവിനെ പരിചയപ്പെടുന്നുണ്ട്. ഡോക്ടർ റാവു തൻ്റെ ജോലിയിൽ അങ്ങേയറ്റം ആത്മാർത്ഥത കാണിക്കുന്ന വ്യക്തിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ജന്മി, കൃഷിക്കാരൻ, സമ്പന്നൻ, തൊഴിലാളി എന്നിവരെല്ലാം ഉൾപ്പെടെ പല തരത്തിൽപ്പെട്ട രോഗികൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളൂ. ഇവിടമാണ് അധ്യാത്മ വിദ്യാലയം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു മോതിരം നഷ്ടപ്പെട്ട ഡോക്ടർ ഒരു കൈക്കൂലിക്കാരനായി നല്ലവരും ചീത്തവരുമായ ലോകത്തിൻ്റെ നേർക്കാഴ്ച തന്നെയാണ് ഹ്രസ്വകാലത്തെ ആശുപത്രി വാസം ലേഖകന് നൽകിയത്. ഇവിടെ ഒരു വിദ്യാഭ്യാസ ചിന്ത വരുന്നുണ്ട്. എനിക്ക് ഇംഗ്ലീഷ് ഭാഷാജ്ഞാനം ഇല്ലാത്തത് വലിയ നഷ്ടമായിപ്പോയി എന്ന് വിചാരിക്കുന്നുണ്ട് നമ്മുടെ ലേഖകൻ. 10ാം തരം വരെയെങ്കിലും പഠിപ്പിച്ചിരുന്നെങ്കിൽ തുടർന്നുള്ള ജീവിതം ആശുപത്രിവാസത്തിന് ശേഷം അമ്മാമൻ്റെ കുടുംബഭരണം ചെറുകാടിനെ ഏൽപ്പിക്കുന്നു. അങ്ങനെ പിന്നീട് എതിർപ്പുകൾ അവഗണിച്ച് ആഗ്രഹിച്ച പെണ്ണിനെ തന്നെ ജീവിത സഖിയാക്കിയപ്പോഴും വിപ്ലവബോധം തന്നെയാണ് വിജയിച്ചത്. അദ്ദേഹം പകൽ മലയാളം പ്രൊഫസറായും രാത്രി കമ്മ്യൂണിസ്റ്റുകാരനായും പ്രവർത്തിച്ചു. 1948 ജാഥ കേസിൽ കുടുങ്ങി ഒളിവിൽ പോയ ചെറുകാട് അറസ്റ്റിലായി 3 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചു. മലങ്കാടൻ എന്ന പേരിൽ അദ്ദേഹം ഹാസ്യ ജീവിത കവിതകൾ എഴുതിയിരുന്നു. അപ്പം ഇത്ര കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് വായിച്ചിട്ട് നമ്മൾ ആത്മകഥാ സാഹിത്യ രംഗത്ത് ജീവിതപാത എന്ന കൃതിയുടെ സ്ഥാനം അടയാളപ്പെടുത്തും. ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ ക്വസ്റ്റ്യൻ പല രൂപത്തിൽ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഒരുപാട് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആയിരിക്കും അത് പറയാം. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കിയിട്ടായിരിക്കും നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് വായിക്കണം. എല്ലാ ക്വസ്റ്റ്യൻസും വായിച്ച് എല്ലാ ക്വസ്റ്റ്യൻസും പഠിക്കണമെന്നല്ല. നിങ്ങൾ ആകെ 1 or 2 ക്വസ്റ്റ്യൻസ് മാത്രമേ പഠിക്കാനുണ്ടാവുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതും ഇതും ഒക്കെ ആയിട്ട് എഴുതാം. പക്ഷേ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് കാണണം, എന്നാലേ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഇത്ര കാര്യങ്ങളാണുള്ളത്. ഓക്കെ.